ഇപ്പോൾ പൊതുവെ നമ്മുടെ ഒരു വിമൻ റൈറ്റർ അല്ലെങ്കിൽ ഒരു വിമൻ ആയിരിക്കും ഒരു വിമൻ്റെ ബേസ് ചെയ്ത സ്റ്റോറി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ക്യാരക്ടേഴ്സ് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ഇതാക്കാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സാറും ഒരു റൈറ്റർ ആണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകും. പക്ഷേ ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരു വുമൺ റൈറ്റർ വരുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ അത് മനഃപൂർവ്വമായി ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. ഓർഗാനിക്കായിട്ട് സംഭവിക്കുമല്ലോ. കാരണം നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, നമ്മൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് എല്ലാം ഇതിലേക്ക് ഇൻപുട്സായി വരും. അപ്പോൾ ഉറപ്പായിട്ടും അത് സംഭവിക്കുന്നുണ്ട്. അതിനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ ഞാൻ കാണുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഒരു വിമൻ റൈറ്ററിന്, ഒരു ട്രാൻസ്ജെൻഡറിന് അവരുടെ കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഒരു കള്ളൻ്റെ കഥ പറഞ്ഞാൽ, ഒരു പ്രവാസിയുടെ കഥ പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ ഇൻപുട്സ് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നതിനേക്കാൾ വ്യക്തമായി മറ്റൊരാൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. കാരണം നമുക്ക് അത് ഈ സിനിമയിൽ പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആര്യ എന്നോട് ഇതിനു മുമ്പ് ഒരു സിനിമയുടെ കഥ വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കഥയിലും അത് വ്യക്തമാണ്. അത് ഒരു ഓർഗാനിക് പ്രോസസ്സാണ്. അത് ചിലപ്പോൾ ആര്യ തിരിച്ചറിയുന്നുണ്ടാവില്ല. ആര്യ ചിലപ്പോൾ അതിനെ പറയുമ്പോൾ ഞാനത് ജെൻഡർ ബേസിസിൽ ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. ഇതിനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഇത് പറയുന്നത് ഓഫ് കോഴ്സ് ഞാനൊരു പുരുഷൻ എന്ന നിലയിൽ പറയുന്ന, എൻ്റെ സദസ്സിൽ പറയുന്ന ഒരു സാധനം ചിലപ്പോൾ ഒരു വിമന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ സുഹൃത്തുക്കൾ സംസാരിക്കാറുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് അത് ആ പുരുഷന്മാർക്ക് അറിയുള്ളൂ. ആ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരിയായ സുഹൃത്തിന് അറിയില്ല ഞങ്ങൾ ഇവിടെ അത് സംസാരിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുന്നത് പോലെ ആ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി അത് ഈ സ്ക്രിപ്റ്റിലും ഒരു വിമൻ എഴുതുന്ന സിനിമയിലും സംഭവിക്കാറുണ്ട്. അത് മനഃപൂർവ്വമായി കൊണ്ടുവരാനിരിക്കാൻ ആര്യ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആര്യയുടെ കൺസെപ്റ്റും അതിലും അത് ബ്ലെൻഡഡ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു വിമൻ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു വിമൻ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഹിതദാസ് സാറിനെ പോലുള്ള അതിശക്തരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പഠിച്ച് അവർ കാര്യങ്ങൾ എഴുതുന്നു. നമ്മൾ മാക്സിമം പഠിച്ച് തന്നെ നമ്മൾ എഴുതും. പക്ഷേ ഇത് കോർ ഇതിലേക്ക് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒരു പെണ്ണിന് ഇതിനേക്കാൾ കൂടുതൽ പറയാനുണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കതിന് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞ കാര്യമാണ്. ഞാൻ ബേസിക്കലി എനിക്ക് അതിനുള്ള ചില അനുഭവങ്ങളുമുണ്ട്. മാമിന് എന്താ തോന്നുന്നത്? എനിക്ക് ആക്ച്വലി ചേട്ടൻ പറയുന്ന കാര്യങ്ങളിലും ചില ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് ഒരു വുമൺ, എനിക്കൊരു വുമൺ റൈറ്റർ എന്നുള്ള രീതിയിൽ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഒരു ഓഡിയൻസിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. ഒരു ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സൊസൈറ്റിയെ നോക്കിക്കാണുന്ന ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഒരു പുരുഷൻ എനിക്ക് സ്ത്രീപക്ഷ സിനിമകളിൽ ചിലപ്പോൾ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് ഈ പറഞ്ഞ സംഭവം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിച്ച് മറ്റൊരു ജെൻഡറിനെ പഠിച്ചെഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും തുറന്ന് അത് അഡ്രസ് ചെയ്യുന്നത് ഒരുപാടാണ്. പക്ഷെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ നമ്മൾ അധികം പറഞ്ഞു കേൾക്കാത്ത പ്രശ്നങ്ങളാണ്. അത്തരത്തിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയം, അങ്ങനെ ഒരു പ്രമേയം ചെയ്യണം, അങ്ങനെ ഒരു പ്രമേയത്തെ പറ്റി എഴുതണം എന്ന് വലുതായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് സാധ്യമല്ല. അതെനിക്ക് പുരുഷനല്ലാത്തത് കൊണ്ട്, പുരുഷനെ അറിയാത്തത് കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായും ഞാൻ എൻ്റെ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലേണിംഗ് പ്രോസസ്സിൽ ഞാൻ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഇപ്പോൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് പോയാൽ ഞാനിങ്ങനെ എന്നെ റോഡിൽ ഹസ്ബൻഡ് ചിലപ്പം ബൈക്കിൽ എവിടെയെങ്കിലും എന്നെ കൊണ്ട് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ നമ്മൾ പരിസരം പറഞ്ഞ് വായി നോക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ ഞാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ്. നമ്മൾ പല മനുഷ്യരെയും, എനിക്ക് ബസ്സിൽ പോകുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ആൾക്കാരെ കാണാനാണ് ഇഷ്ടം, അവരെന്ത് ചെയ്യുന്നു നോക്കാനാണ്, അവരുടെ ജസ്റ്റേഴ്സ് നോക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത്തരത്തിൽ സൊസൈറ്റിയെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ, നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എല്ലാവരെയും പഠിക്കാം. ഒരു സ്ത്രീക്ക് പുരുഷനെയും പഠിക്കാം, പുരുഷന് സ്ത്രീയെയും പഠിക്കാം. അതിന് നമ്മൾ ആ ഒരു ഇമോഷനിലൂടെ കടന്നു പോകണമെന്നൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം, അത് ഈസി ആയിരിക്കാം. അപ്പൊ എനിക്കൊരു സ്ത്രീപക്ഷ സംഭവത്തെ പറ്റി ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈസി ആയിരിക്കും. പക്ഷെ അത് എന്നെ കൊണ്ട് അസാധ്യമാണ്. അതൊരു പുരുഷനും അസാധ്യമല്ല. ഒരു ആഡ് ഓൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ള ആസിഫ് അലി മൂവിയുണ്ട്, വരാനിരിക്കുന്ന ആഭ്യന്തര കുറ്റവാളിയെന്നാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന എൻ്റെ റൈറ്റർ എഴുതുമ്പോൾ ഒരു മെയിൽ പെർസ്പെക്റ്റീവ് സ്ക്രിപ്റ്റാണത്. അത് അയാളുടെ ജീവിതാനുഭവങ്ങളും കൂടെ ചേരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് അതിൽ മെയിൽ പെർസ്പെക്റ്റീവിലുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല.
കാരണം അയാൾ അണ്ടർഗോ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് പുതിയതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഇത് പറയപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അതിനൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല, അപ്പുറത്താണ്. വിമൻ സെൻട്രിക് സിനിമകൾക്കാണ് കൂടുതൽ സാധ്യതകളെന്ന് നമ്മൾ സിനിമാക്കാരുടെ ഈ ചർച്ചകളുണ്ട്. കാരണം അത് ആ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതല്ലാത്ത വരട്ടെ, അതും പറയണമല്ലോ എന്ന് പറയുന്ന രീതിക്ക് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ തോന്നിയ ഒരു കാര്യം, മേ ബി കറക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ റൈറ്ററും ഡയറക്ഷനും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, കൂടുതലും ഇപ്പോൾ ഒരു വിമൻ കഥ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമെങ്കിൽ കുറച്ചും കൂടി ബോൾഡ്നെസ്സും, മെൻ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റൊമാൻറ്റിക് സൈഡാണ് സ്ത്രീകളെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സ് അല്ല, പക്ഷെ പൊതുവെ എഴുതി വരുമ്പോ അങ്ങനെ തോന്നിയില്ല. എനിക്ക് അഭിപ്രായമല്ല, ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മീൻസ് അതിലോട്ട് ആഴന്ന് പോയിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. ചിലപ്പോൾ ഈ പറയുന്ന നമ്മൾ നൈസർഗികമായി നമ്മൾ അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയായ കല്യാണിസം എഴുതുമ്പോൾ ഒരു സ്ത്രീ ബോൾഡായിട്ട് ഒരു കാര്യത്തെ റിഫോം ചെയ്ത് കണ്ടെത്തി കീഴടക്കി പുരുഷന് കഴിയാത്തൊരു കാര്യം ഓവർകം ചെയ്ത് വന്നൊരു സാധനം. അതൊരു റിയൽ ഇൻസിഡൻറ്റ്. എനിക്ക് അതുപോലല്ല കഥ എങ്കിൽ പോലും ഞാൻ എൻ്റെ ദുബായിൽ തന്നെ ഇത്തരം ഒരു ഇഷ്യൂവിൽ പെട്ട് കിടക്കുന്ന ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീ അത് റിസോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് ഈ രീതിയിലൊന്നുമല്ല, പക്ഷെ ആ റിസോൾവ് ചെയ്യാനുള്ള അവരുടെ ഒരു വിൽ പവറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൺസെപ്റ്റാണ് അത്. ആ ബോൾഡ്നെസ്സിൽ അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ കഥ എഴുതുമ്പോഴൊക്കെ ഇത് അറിയാതെ വരുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വമായിട്ടൊന്നും വരുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർഗാനിക്കായിട്ട് വരുന്നതായിരിക്കണം. ഓഫ്കോഴ്സ് എല്ലാ ഹ്യൂമൻ ഇമോഷൻസും ഉള്ള ഒരാളായിരിക്കണമല്ലോ ഈ റൈറ്റർ. അയാൾ സോഷ്യൽ കണ്ടീഷനിങ് ആ റൈറ്ററെയും ബാധിക്കാം. സോഷ്യൽ കണ്ടീഷനിങ് ഉറപ്പായിട്ടും റൈറ്ററെയും ബാധിക്കാം. അത്തരത്തിലുള്ള ഒരു സംഭവം. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ആ ഒരു കണ്ടീഷനിങ്ങിനെ നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ എൻ്റെ 21ാമത്തെ വയസ്സിലൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് എടുക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് ഇപ്പൊ അത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഇത് പുറത്ത് കാണിക്കാൻ കൊള്ളില്ലല്ലോ. ഞാൻ ഈവൻ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മുടെ ഈ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഫേസ്ബുക്ക് നമുക്ക് മെമ്മറീസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രമാത്രം ഇമേച്ചർ ആയിരുന്നു. നമ്മളിപ്പോ അന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഭയങ്കര പ്രോഗ്രസീവ് ആണ്, നമ്മൾ എന്ത് വലിയ ഇതിലുമാണെന്ന് കരുതി നമ്മൾ എടുക്കുന്ന 2 വരികൾ ഇന്ന് നമുക്ക് നമ്മള് അയ്യോ ഇത് എല്ലാ ഡേറ്റാബേസിൽ അറിയുന്ന ആരെങ്കിലും കട്ട് ചെയ്താൽ നമ്മൾ ഷെയർ ചെയ്ത് പോയത്. അപ്പൊ അത്തരത്തിൽ അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് നമുക്ക് ഇന്ന് വായിക്കുമ്പോ ഈശ്വര ഇത് ഞാനാണോ എഴുതിയത് നമുക്ക് തോന്നും. അപ്പൊ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അപ്പൊ നമ്മൾ ആ ഒരു എവല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഓരോ കാലങ്ങളിൽ ചിലപ്പോൾ 40 വയസ്സിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുന്നത്. ഞാൻ എഴുതിയത് എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നാം, ഇന്ന് ഞാൻ എൻജോയ് ചെയ്ത സാധനം എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നാം. അത്തരത്തിൽ അതിപ്പോ ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും റിഫോംഡ് ആയിട്ടുള്ള ഒരു ആർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ വെറുതെ ഒരു ഫേസ്ബുക്ക് കമന്റ് എഴുതുന്ന ഒരു വലിയ മഹാനടനെ കുറിച്ച് നമ്മുടെ തന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ മെയിൽ ആക്ടർ എഴുതിയ ഒരു കമന്റ്, അത് അയാൾ അന്ന് വെറും ഒരു ഫാൻ ബോയ് ആയിരുന്നപ്പോൾ ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടി എഴുതിയ ഒരു കമന്റ് ട്രോൾ ചെയ്യപ്പെടുന്നു. ഇന്നിപ്പോൾ അതെടുത്ത് വരുമ്പോൾ അയാൾ അങ്ങനെ എഴുതിയല്ലോ എന്ന് പറയുന്നതും ചർച്ച അയാളുടെ ഇത് അല്ല എന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലേക്ക്. അതായത് അന്നത്തെ കുറിച്ചൊരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു ചിന്തയില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ആ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാവുന്നതിനെ കുറിച്ച് ദിശയില്ലാതെ വരുമ്പോൾ നമ്മൾ എഴുതുന്നതാണ്. പിന്നീട് അത് പക്ഷെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്തത് കൊണ്ടല്ല നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്, നമ്മുടെ ഐഡിയോളജി നമ്മുടെ പൊളിറ്റിക്സ് അത് തന്നെയാണ്. അങ്ങനെയാണല്ലോ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അടുത്തൊരു 10 വർഷത്തിനപ്പുറം നമ്മള് വേറെ എന്തോ നമുക്ക് മനസ്സിലാവുകയാണ്. അത് ഗ്രോത്ത് ആണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവിക്കുന്നത്.